ഞാൻ റാണി മാഡത്തിന്റെ വീട്ടിൽ ചെന്ന് അവരെ കണ്ട് മാപ്പ് പറയാം. അങ്ങനെ അമൃതേച്ചി മാത്രം ഒറ്റയ്ക്ക് പോകണ്ട, ഞങ്ങളും കൂടി വരാം. വേണ്ട, നിങ്ങൾ ആരും വരണ്ട. ഞാൻ പോയി ആ സ്ത്രീയെ കണ്ട് അവരുടെ കാല് പിടിച്ച് മാപ്പ് പറയാം. നിങ്ങളെല്ലാരും അപ്പുറത്ത് ഹോട്ടലിലേക്ക് ചെല്ല്. ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. എന്റെ ഈശോയെ, കർത്താവേ, ആരെങ്കിലും വന്ന് ബാത്റൂം തുറന്നാൽ പ്രമാണമായി എന്നെ പിടികൂടിയാൽ പഞ്ചരത്നങ്ങൾ എന്നെ വെറുതെ വിടില്ല. ആരാധ്യയുടെ ഇടി ഉറപ്പാ. അപ്പ എന്നെ പോലീസിൽ ഏൽപ്പിക്കും. ഇനിയുള്ള കാലം അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ കഴിയാനായിരിക്കുമോ എന്റെ വിധി? തൽക്കാലം ഇത് പുറത്തിരിക്കട്ടെ. പിന്നെ സാവകാശം പോയി എടുക്കാം. എന്താ അമൃതേച്ചി, എന്തു പറ്റി? എന്താ ചേട്ടത്തി എന്തിനാ ഈ ബാത്റൂമിനകത്ത് കയറിയത്? ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്യാൻ വന്നതാ. ഞങ്ങളുടെ ബാത്റൂമുകൾ ഞങ്ങൾ തന്നെയാണല്ലോ ക്ലീൻ ചെയ്യാറുള്ളത്. ഇനി മുതൽ ഞാനാണ് എല്ലാ ബാത്റൂമും ക്ലീൻ ചെയ്യുന്നത്. എന്തോ കള്ളത്തരം ഉണ്ടല്ലോ. എന്ത് കള്ളത്തരോ? ഞാൻ എന്തെങ്കിലും മോഷ്ടിച്ചോ? സംശയം ഉണ്ടെങ്കിൽ എന്നെ പരിശോധിക്കേ. അതിന്റെ ആവശ്യമൊന്നുമില്ല. ചേട്ടത്തി ചെല്ല്. വേണ്ട, അതിന് എന്തെങ്കിലും പറഞ്ഞു പരത്തിയാ. ഞാൻ ഒരാളുടെ ഒരു സാധനവും മോഷ്ടിച്ചിട്ടില്ല. ഇത് വെച്ച് ഞാനൊരു കളി കളിക്കാം. എന്റെ മുറിച്ച് സിസിലി മാഡം, ഒടുവിൽ അത് സംഭവിച്ചു. ഞാനത് നടത്തിയെടുത്തു. ഈ സിസിലി ഒരു തടവ് സ്വന്ന 100 തടവ് സ്വന്ന മാതിരി. സിസിലി, നീ എന്റെ വായിലിരിക്കുന്നത് കേൾക്കും. വലിയ ബിൽഡപ്പും ഡെക്കറേഷനും ഒന്നും വേണ്ട. നീ കാര്യം പറഞ്ഞേ. പഞ്ചരത്നത്തിന്റെ പ്രമാണം ഞാൻ അടിച്ചു മാറ്റി. കൺഗ്രാറ്റുലേഷൻ സിസിലി. നീ ജീവിതത്തിൽ ആദ്യമായി ബുദ്ധിപരമായ ഒരു നീക്കം നടത്തി വിജയിച്ചു. ഒരു കാര്യം ചെയ്യ്, നമുക്ക് നമ്മുടെ സ്ഥിരം സ്ഥലത്ത് വെച്ച് കാണാം. വരുമ്പോൾ മാഡം 10 ലക്ഷം രൂപ ക്യാഷായി കൊണ്ടുവരണം. മനസ്സിലായില്ല? ഇതിൽ മനസ്സിലാവാൻ എന്തിരിക്കുന്നു? ഈ പ്രമാണം അടിച്ചു മാറ്റിയതിന് സിസിലിക്കുള്ള കൂലി. ഓ, സ്വന്തം പ്രതിഫലം സ്വയം നിശ്ചയിക്കാനും മാത്രം നീ വളർന്നോ? ഞാനേ നിനക്കൊരു തുക തരും. അത് വാങ്ങി തൃപ്തിപ്പെട്ടാ മതി. നടക്കില്ല മാഡം. 2 കോടി രൂപ വിലയുള്ള സ്വത്തിന്റെ പ്രമാണമാണ് ഞാൻ അടിച്ചു മാറ്റി തരുന്നത്. ഞാൻ അതിന്റെ 10% പോലും ചോദിച്ചില്ലല്ലോ. സമയം വൈകുന്തോറും റേറ്റ് കൂടുവേ. എന്റെ കയ്യില് റെഡി ക്യാഷ് ഒന്നുമില്ല. ആ പ്രമാണം കൊണ്ടുപോയി പണയം വെച്ചാലേ എന്റെ കയ്യിൽ കാശ് വരൂ. എങ്കിൽ പ്രമാണം പണയം വെക്കാൻ നമുക്ക് ഒരുമിച്ച് പോകാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ബാങ്കിൽ കൊണ്ടുപോയി പണയം വെച്ച് നിനക്കുള്ള കാശുമായിട്ട് വരാം. കാശിന്റെ കാര്യത്തിൽ എനിക്ക് മാഡത്തിന് ഒരു വിശ്വാസവും ഇല്ല. ഫ്ലവേഴ്സിൽ 2 പുതിയ പരമ്പരകൾ. വീട്ടിലെ വിളക്ക് എല്ലാ ദിവസവും രാത്രി 8:30 ഫ്ലവേഴ്സിൽ. മഹാലക്ഷ്മി എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് ഫ്ലവേഴ്സിൽ.